ഹായ്, ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അപ്പമാണ്. റാഗിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയും കൂടാ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഒരു 3 തവി റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഇച്ചിരി വെള്ളമായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഉണ്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. നല്ലപോലെ ഇളക്കി കൊടുത്ത് വെള്ളം വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുത്താൽ മതിയേ. വെള്ളം പോലെ ആയി പോകരുത്, അതുകൊണ്ടാണ് ശകലം വെള്ളം ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി നമ്മൾ അപ്പത്തിനൊക്കെ ചെയ്യുന്ന കൂട്ടി ഇത് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാമേ. അപ്പോൾ അതിന് ഒരു പിടി തേങ്ങ എടുക്കണം. എന്നിട്ട് അരിപ്പൊടി ചേർക്കാത്തവർ ഒരു പിടി ചോറെടുത്താലും മതി കേട്ടോ. ഇതിപ്പം ഞാൻ ഉണ്ട കെട്ടാതെ നല്ലപോലെ ആ തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. ഒരു പിടി തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ ഈ കലക്കി വെച്ച റാഗി മിക്സ് ചെയ്യുന്ന ഒരു 3 തവിയോളം ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 3 തവി മാവ് ഇടുന്നതിന് പകരം ചോറിട്ടാലും മതി. ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല പതയായിട്ട് കിട്ടുമേ. നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന കൂട്ട് അത്. എന്നിട്ട് ആ മാവിനകത്തോട്ട് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാമേ. പഞ്ചസാര ഇച്ചിരി കൂടെ വേണേൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ച് ഒരു മണിക്കൂറത്തേക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പരുവത്തിന് മാവ് കിട്ടും. 1 മണിക്കൂറത്തേക്ക് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് ഒരു കറിയും കൂടെ വെച്ചെടുക്കാം. അതിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നീളത്തിനരിഞ്ഞതോടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും സവാള, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഇത് ഇത്രയുമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഗ്രീൻ പീസും കോളിഫ്ലവറും ഒക്കെ വേണേൽ ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. ഇതിൽ ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. തേങ്ങാപ്പാൽ കൂടി ഇട്ടാൽ നല്ലതായിരിക്കുമേ. എന്നിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്ത് അതൊന്ന് ഒരു വിസിൽ കേൾപ്പിച്ചെടുത്തേ. അപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതേ ഉള്ളേ. അപ്പോൾ കറി റെഡിയായി. ഇനി അപ്പം ഒന്ന് ചുട്ട് നോക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് ചുടുന്ന അപ്പം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. എന്താണ്ട് ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, നോൺ സ്റ്റിക്കിലൊന്നുമല്ല. നല്ലപോലെ ഇളകി വരുവേ. അപ്പോൾ ആ മാവ് ഒഴിച്ചു കൊടുത്തൊന്ന് നല്ലപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പത്തിനൊക്കെ വരുന്ന കൂട്ട് തന്നെ ഇങ്ങനെ ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാണ്ട് ചട്ടിയിൽ നിന്ന് നല്ല പെട്ടെന്ന് വിട്ട് കിട്ടുവേ. ഇതുപോലെ വിട്ട് കിട്ടും. 1 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത അപ്പമാണ്. ട്രൈ ചെയ്യണം കേട്ടോ. ബൈ.